എല്ലാവർക്കും തിരുവോണ ദിന ആശംസകൾ. ഇത് ഞാൻ നേരത്തെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ ആണ്, പക്ഷെ ഒട്ടും വയ്യ ഗൈസ്. തിരുവോണമായിട്ട് അന്ന് തന്നെ പനി പിടിച്ചു, പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അങ്ങനെ ഓണം പനി കൊണ്ടുപോയി ഗൈസ്. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പെട്ടെന്ന് വന്ന പനിയാണ്. എനിക്കാണെങ്കിൽ ആദ്യം ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്, പിന്നെ അത് പനിയായിട്ട് രാത്രിയായപ്പോൾ ഭയങ്കര ഷിവറിങ് ഒക്കെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ്, അതായത് തിരുവോണത്തിൻ്റെ അന്ന് മോർണിംഗ് ആയപ്പോൾ ഒട്ടും വയ്യ, ഭയങ്കര ക്ഷീണവും തലകറക്കവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ BP നല്ല ലോ ആണെന്ന് പറഞ്ഞു. പിന്നെ ട്രിപ്പ് ഇട്ടു, ഇഞ്ചക്ഷനും എടുത്തു, ടാബ്ലറ്റും കഴിച്ചു. പിന്നെ കുറേ വേർത്ത് കേട്ടോ. BP ലോ ആയതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ ഉപ്പിട്ടിട്ട് കുടിക്കാൻ പറഞ്ഞു, ശരിക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല വിശപ്പായിരുന്നു. രാവിലെ ഒരു അര ഇഡലിയും സാമ്പാറും ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ സദ്യയൊക്കെ അമ്മ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ കുളിച്ചുമില്ല. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു, കാരണം തലേ ദിവസം എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൂ മേടിച്ചു, മെഹന്തിയൊക്കെ ഇട്ടു, തിരുവോണത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോയി സാരിയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നേ. അപ്പോഴാണെങ്കിൽ പെട്ടെന്നൊരു പനി വന്നത്. എന്നാലും കുഴപ്പമില്ല, സദ്യയൊക്കെ അമ്മ ഉണ്ടാക്കി, അത് കഴിച്ചു. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. പായസം വന്നിട്ട് കടല പായസമായിരുന്നു. സദ്യ കഴിച്ചിട്ട് നല്ല ക്ഷീണം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും പനി വിട്ടു കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി, സെറ്റ് സാരിയൊക്കെ കൊടുത്ത് റെഡിയായി അമ്പലത്തിലൊക്കെ പോയി. മല്ലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ടെമ്പിളിലാണ് പോയത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ തിരുവോണ ദിന വിശേഷങ്ങൾ ഗൈസ്. പനി പിടിച്ച ഒരു ഓണം ഡേ ആയിരുന്നു.